ബിബോക്സ്. നമ്മളങ്ങനെ ചെന്നൈയിലെത്തിയിട്ട് ആദ്യത്തെ ദിവസമാണ്. ഞാൻ ഇന്ന് രാവിലെ ചെന്നൈയിലെത്തി. എന്നിട്ട് ഒരു ബ്രേക്ക് എടുത്ത് രാവിലെ ഒരു 6 മണിയാകുമ്പോൾ റൂമിലെത്തി. ഇതൊരു 9 മണി വരെ കിടന്നുറങ്ങി, ഒരു 3 മണിക്കൂർ കിടന്നുറങ്ങി. എന്നിട്ട് അതായപ്പോൾ ബസ് ഇരിക്കുകയാണ്. കണ്ടോ, ബസ് ഇരിക്കുകയാണ്. പക്ഷേ നമ്മളിന്ന് മഹാബലിപുരം ഷോർ ടെമ്പിൾ കാണാൻ പോവുകയാണ്. അവിടെ ഞങ്ങൾ നിൽക്കുന്നിടത്ത് നിന്ന് 2 ബസ് കയറണം. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിനെക്കാട്ടി നല്ല സുഖ പരിപാടിയുടെ ബസ് കിട്ടാൻ വേണ്ടിയിട്ട്. അതായത് ഞാൻ പറഞ്ഞുതരാം, എൻ്റെ വീട് ട്രിവാൻഡ്രത്താണ്. ഞാൻ പാളയത്തിൽ നിന്ന് എൻ്റെ വീട്ടിൽ പോകണമെങ്കിൽ തന്നെ ഏകദേശം ഒരു 1/4 മണിക്കൂർ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇവിടെ ആണെങ്കിൽ 5 മിനിറ്റ് 10 മിനിറ്റ് വെച്ച് ബസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഞാൻ പറയാം, ഞങ്ങൾ താമസിക്കുന്നിടത്ത് നിന്ന് ഒരു 500 മീറ്റർ നടക്കുമ്പം, ഇപ്പം ഞാൻ ചെന്നൈയിൽ നിൽക്കുന്നിടത്ത് നിന്ന് ഒരു 500 മീറ്റർ നടക്കുമ്പം മഹീന്ദ്ര വേൾഡ് സിറ്റി എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ വരും. ആ ജംഗ്ഷൻ്റെ അവിടെ വന്ന് നിന്ന് ഒരു 5 മിനിറ്റ് ആയപ്പോൾ ബസ് വന്നു. അവിടെ നിന്ന് നേരെ വണ്ടല്ലൂർ സൂറ്റ് ടിക്കറ്റ് എടുത്ത് അവിടെ ഇറങ്ങി അതിൻ്റെ ഓപ്പോസിറ്റ് വരണം. അതിൻ്റെ ഓപ്പോസിറ്റ് വന്നിട്ട് അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ എനിക്കിത് അറിയത്തില്ല. അപ്പോൾ ഞാൻ അവിടെ നിൽക്കുന്നിടത്തൊക്കെ ചോദിച്ചത്, നമ്മളെ നാട്ടിലുള്ളവരെക്കാട്ടിയും ഭയങ്കര ഇതായിട്ട് തോന്നി. അത് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവർക്ക് എന്നെ എന്തോ ഒരു മുൻകൂർ പരിചയമുള്ള പോലെ എന്നൊക്കെ പറയത്തില്ല, അതുപോലെ. അതായത് ഞാൻ അവിടെ ചെന്നിട്ട് ഒരു പുള്ളിക്കാരൻ്റെ ചോദിച്ച്, ഇങ്ങനെ ഈ മാമല്ലപുരം പോകണം, അപ്പം എവിടെ ചെന്ന് നിൽക്കണമെന്ന് ചോദിച്ചു. അപ്പം പുള്ളിക്കാരൻ എനിക്ക് എവിടെ നിന്ന് ക്രോസ് ചെയ്തപ്പോൾ പുള്ളിക്കാരന് മലയാളം അറിയത്തില്ല, എന്നാലും പുള്ളിക്കാരൻ അറിയാമെന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു, തമിഴ് പറഞ്ഞാൽ മതി, എനിക്ക് അറിയാമെന്ന് ഞാൻ തമിഴ് പറഞ്ഞു. നിങ്ങൾ തമിഴ് പേഴ്സണൽ എനിക്ക് തരും അങ്ങനെയൊക്കെ പറഞ്ഞു. പുള്ളിക്കാരൻ തമിഴിലിങ്ങനെ പറഞ്ഞു, ഇത് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയിട്ട്, എന്നുവെച്ചാൽ ആ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയി അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, അവിടെ നിന്നാൽ മതി. എൻ്റെ അടുത്ത് പറഞ്ഞു, അവിടെ നിന്നിട്ട് ഏത് ബസ് കയറണമെന്ന് വരെ എനിക്ക് പറഞ്ഞു തന്നു. എൻ്റെ അടുത്ത് പറഞ്ഞ് 515 അല്ലെങ്കിൽ 515M ബസ് വരും, അതിൽ കയറിയാൽ മതി. ഞാൻ അതിൽ കയറി. ഇപ്പം ബസ്സിൽ നിന്ന് പൊക്കോണ്ടിരിക്കുകയാണ്. ഏകദേശം 2 മണിക്കൂർ യാത്ര ഉണ്ട്. എനിക്ക് ഈ ബസ്സിൽ തോന്നി, ഇവിടുത്തെ ബസ്സിൽ ഞാൻ ഇപ്പം ഈ 2 ബസ് കയറിയാലും എനിക്ക് തോന്നിയൊരു കാര്യം പറയട്ടാ, ഇതിൽ തിരക്കില്ല മീൻസ് ആള് കയറാത്തോണ്ടല്ല, ആള് കയറും പക്ഷെ കുത്തിഞ്ഞെരിക്കും പോകത്തില്ല ഇവർ. അത് മാത്രമല്ല, വണ്ടി ഓട്ടിക്കണ ആൾ ഒരു മിനിമം സ്പീഡിലാണ് കൊണ്ടുപോകുന്നത്. ഇത് ഞാൻ പിന്നെ പറയണോ, ചിലപ്പോൾ ഞാൻ ഇത് പിന്നെ വേറൊരു വീഡിയോയിൽ പറയും, ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് ഞാൻ വേറൊരു വീഡിയോയിൽ. എന്നാലും ഞാൻ ഇതിലങ്ങ് പറഞ്ഞു പോവുകയാണ്. അതായത് ഒരു സ്പീഡ് ലിമിറ്റ് ഉണ്ടല്ലോ റോഡ്, ഇത് ഗവൺമെൻറ് ബസ്സാണ്. ഈ ഗവൺമെൻറ് ബസ്സിൽ സ്പീക്കർ വെച്ച് പാട്ട് ഇട്ടിട്ടുണ്ട്. അതായത് ഗവൺമെൻറ് ബസ്സിൽ നമ്മൾ ഈ റോഡിൻ്റെ സ്പീഡ് ലിമിറ്റ് ഉണ്ടോ, ആ ലിമിറ്റ് ക്രോസ് ചെയ്ത് ഇവിടെ ഒരു ബസ്സുകാരനും ഇതുവരെ വണ്ടി ഓട്ടിക്കണം ഞാൻ കണ്ടിട്ടില്ല. അതിൻ്റെ റോഡൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഒരുപാട് കട്ടറൊന്നുമില്ല. കേരളത്തിൻ്റെ റോഡ് അറിയാമല്ലോ, ഒരുപാട് കട്ടറൊന്നുമില്ല, നല്ല സ്മൂത്ത്, അത്യാവശ്യം നല്ല സ്മൂത്ത് റോഡ്. അതും പോരാഞ്ഞിട്ട് സിഗ്നൽ ഞാൻ പറഞ്ഞുതരാം. നമ്മളവിടെ KSRTC ഓട്ടിക്കുന്നവർ എത്രത്തോളം സിഗ്നൽ നോക്കണമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഞാൻ കണ്ടത് വെച്ച് ഞാൻ പറഞ്ഞുതരാം, അവിടുത്തെ കമ്പാരിസൺ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഒരു 100% എടുക്കുകയാണെങ്കിൽ നമ്മളെ കേരളത്തിൽ ഒരു 10 to 20% ആൾക്കാരായിരിക്കും മര്യാദയ്ക്ക് സിഗ്നൽ നോക്കി റോഡ് റൂൾസൊക്കെ പാലിച്ച് വണ്ടി ഓടിക്കും. അതായത് KSRTCയിൽ എനിക്ക് അങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ആ ഒരു 20-25% ആൾക്കാർ മാത്രമേ റോങ് ആയിട്ട് ഓടിക്കത്തുള്ളൂ. ബാക്കി ഒരു 70-75-80% ആൾക്കാർ മര്യാദയ്ക്കാണ് ഓടിക്കുന്നത്. ഇപ്പം ഞാൻ ഈ ബസ്സിൽ കയറി ഞാൻ ഇത്രയും നേരം നോട്ട് ചെയ്തത്, ഞാൻ ഏകദേശം 1 മണിക്കൂറായിട്ട് ഈ ബസ്സിൻ്റെ അകത്തിരിക്കണം. അനാവശ്യമായിട്ട് ഒരിടത്തും കൊണ്ട് ബസ് നിർത്തുന്നില്ല. അതായത് എവിടെയൊക്കെ സ്റ്റോപ്പുണ്ട് അവിടെ മാത്രമേ ബസ് നിർത്തത്തുള്ളൂ. ഇവിടെ ഉള്ളവർ അങ്ങനെയാണ്. അതായത് ഇവിടെ ഉള്ളവർ ചുമ്മാ റോട്ടിൻ്റെ നടുക്ക് കയറി നിന്ന് കൈ കാണിച്ച് ബസ് നിർത്തത്തില്ല. ഇവർ കറക്റ്റ് സ്റ്റോപ്പിൽ വന്ന് നിന്ന് ബസ് കയറി പോകും. നമ്മളെവിടെയൊക്കെ ആണെങ്കിൽ എവിടെ നിൽക്കണം നോക്കുമല്ലോ, വളവിലൊക്കെ കൊണ്ടാണ് ബസ് നിർത്തുന്നത്. ഞാൻ കേരളത്തിനെ കുറച്ച് പറയണമെന്നല്ല, ഞാൻ മലയാളിയാണ്, ഞാൻ പ്യുവർലി മലയാളിയാണ്. എനിക്ക് എൻ്റെ നാട് തന്നെയാണ് ഇഷ്ടം. ബട്ട് ഞാൻ ഇവിടെ ഇപ്പോൾ വന്നപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. വേറൊരു കാര്യം, ഇവിടെ ഇത് പെട്രോൾ ബസ്സാണ്. ഈ പെട്രോൾ ബസ്
എത്ര നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളൊരു കാര്യമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ നാട്ടിലെ ഇലക്ട്രിക് ബസ്സിൻ്റെ അത്ര പോലും സൗണ്ട് ഇല്ല ഇവിടുത്തെ പെട്രോൾ ബസ്സിന്. അതായത് നമ്മളവിടുത്തെ KSRTC കയറിയ ചേട്ടാ നമുക്ക് പറഞ്ഞിട്ട് പോകുമ്പോൾ എന്നൊക്കെ സൗണ്ട് ഉണ്ടാക്കിയാണ് ബസ് പോണത്. ഇവിടെ അങ്ങനെ ഒന്നുമില്ല, അനാവശ്യമായിട്ട് ഹോണടിയില്ല, പരിപാടികളില്ല. ഓക്കെ, ഹെൽമെറ്റ് വെക്കാതെ കുറച്ചൊരു പോകുന്നുണ്ട്, പക്ഷേ എല്ലാവരും സിഗ്നൽ നോക്കണുണ്ട്. ഞാൻ പണ്ടൊക്കെ കേട്ടിട്ടുണ്ട് ഈ തമിഴന്മാർ മലയാളികളെ കണ്ടുപിടിക്കണമെന്ന്. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ പറയാൻ തോന്നുന്നുണ്ടെന്നറിയാമോ, മലയാളികൾ തമിഴന്മാരെ കണ്ടു പഠിക്കണം. അത് അത്ര നന്നായിട്ട് ഇത് ഇവിടെ ഭരിക്കുന്നവരുടെ ഗുണം കൊണ്ടാണോ അല്ലെ ഇതിനു മുമ്പ് ഭരിച്ചവർ. കാരണം ഞാൻ ഇപ്പോഴാണ് തമിഴ്നാട് പൊളിറ്റിക്സ് കുറച്ചും കൂടി ഫോളോ ചെയ്ത് തുടങ്ങിയത്. അത് അറിയാമല്ലോ, വിജയ് സർക്കാർ വന്നുകൊണ്ടാണ് ഞാൻ തമിഴ്നാട് പൊളിറ്റിക്സ് കുറച്ചെങ്കിലും ഒന്ന് ഫോളോ ചെയ്ത് തുടങ്ങിയത്. പക്ഷേ ഇതിന് മുമ്പുണ്ടായിരുന്ന പൊളിറ്റിക്സ് എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഇനി ഇവിടുത്തെ ഗവൺമെൻറ് കുറച്ച് നല്ല ഗവൺമെൻറ് ആയതുകൊണ്ട് തന്നെ ആയിരിക്കണം. കാരണം ഇവിടെ ഒരുപാട് റാഷ് ഡ്രൈവായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും മര്യാദയ്ക്ക് സ്പീഡ് ലിമിറ്റ് കൺട്രോൾ ചെയ്ത് തന്നെയാണ് പോണത്. ആക്ച്വലി നമ്മൾ ഇവിടെയാണ് ടെമ്പിളിൻ്റെ എൻട്രി വരുന്നത്. ഈ എൻട്രിക്ക് മുമ്പായിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പം ലെഫ്റ്റ് സൈഡിൽ അകത്തോട്ടൊരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റ് കയറി അകത്ത് വരുമ്പോഴാണ് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഒരാൾക്ക് 40 രൂപയാണ് ടിക്കറ്റ്. ഒരാൾക്ക് 40 രൂപയാണ് ടിക്കറ്റ്. നിങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഒരാൾക്ക് 35 രൂപ ആകത്തുള്ളൂ. ഓൺലൈനിൽ ബുക്ക് ചെയ്ത് വരുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ മിക്കവാറും ഓൺലൈനിൽ ബുക്ക് ചെയ്ത് വരുന്നതായിരിക്കും നല്ലത്. ഇത് ആക്ച്വലി ഇതിൻ്റെ പേര് മഹാബലിപുരം ഷോർ ടെമ്പിൾ എന്നാണ്. എനിക്കും അറിയത്തില്ല, ഞാൻ കേട്ടറിവേ ഉള്ളൂ. ഞാനും എക്സൈറ്റഡ് ആണ് അകത്ത് കയറാൻ വേണ്ടിയിട്ടുള്ളത്. ഞാൻ അകത്ത് കയറുമ്പോൾ നമുക്ക് ഇതേപോലെ ഇവിടെ ഒരു സീൽ അടിച്ചിട്ട് വേറെ ഒന്നും ഇല്ലാതെ അവിടെ ഒരു എൻട്രി ഉണ്ട്. അവിടെ ടിക്കറ്റ് വാങ്ങിച്ച് സീൽ ചെയ്ത് വിടും. അവിടുത്തെ സെക്യൂരിറ്റിക്കാരെ മര്യാദയ്ക്ക് പറഞ്ഞു കേട്ടോ എൻ്റെ അടുത്ത് പറഞ്ഞാൽ അകത്ത് ട്രൈപോഡ് ഉപയോഗിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ, ഞാൻ കയ്യിലെടുത്തോളാം. ആക്ച്വലി ക്യാമറയ്ക്ക് എക്സ്ട്രാ പേ ചെയ്യണോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല. നിങ്ങൾ ഇൻ കേസ് വരികയാണെങ്കിൽ ടിക്കറ്റ് കൗണ്ടറിൽ ചോദിച്ച് നോക്കുക. ഇല്ലെങ്കിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഓൺലൈൻ തന്നെ കാണുമെന്ന് തോന്നുന്നു. ആക്ച്വലി എനിക്കും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഞാൻ ഇതിൻ്റെ അകത്ത് എന്തിനാണെന്നൊന്നും അറിയത്തില്ല. ഞാൻ ഇങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞത് വെച്ചും പിന്നെ ജെമിനിയിൽ അടിച്ചു കൊടുത്തൊക്കെയാണ് ഞാൻ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ചത്. അതായത് 1 വീക്ക് എങ്ങനെ സ്പെൻഡ് ചെയ്യാന്നുള്ളത്. ആക്ച്വലി നമ്മുടെ ഈ ട്രിപ്പിൻ്റെ അകത്ത് പറഞ്ഞുതരാം. ഫാമിലി, ഫ്രണ്ട്സ്, പിന്നെ പിള്ളേർക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ ഡേറ്റിങ്ങിന് ആരെയും കൂടെ കൂട്ടിക്കൊണ്ട് വരികയാണെങ്കിൽ അവരായിട്ട് വരാൻ ഞാൻ ആരെയും കൂട്ടിക്കൊണ്ടൊന്നും വന്നിട്ടില്ല. വരാണ്ട സമയമാകുമ്പോൾ ഞാൻ വന്നോളാം. ഓക്കെ, ഡേറ്റിങ്ങിന് ആരെങ്കിലും കൂട്ടി അങ്ങനത്തെ കുറേ സ്ഥലങ്ങൾ ഞാൻ ഇങ്ങനെ മിക്സ് ചെയ്താണ് ഈ ട്രിപ്പിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു പരിപാടി ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. എങ്ങനെയൊക്കെ പോകുമെന്നും അറിയത്തില്ല. ഈ വ്ളോഗ് എത്ര നേരം കാണുമെന്ന് അറിയത്തില്ല. ബട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന അത്ര മാക്സിമം എടുക്കണം. എടുക്കും എന്നുള്ളൊരു തീരുമാനത്തിലാണ് വന്നിരിക്കുന്നത്. ആക്ച്വലി കൊള്ളാം, അതൊരു ഗോൾഫ് കോർട്ട് പോലെയൊക്കെ ഇരിക്കണം. നമ്മൾ അവിടെയാണ് എൻട്രി. ഈ ഒരു ഭാഗം കണ്ടോ, ഒരു ഗോൾഫ് കോർട്ടിൻ്റെയൊക്കെ ഒരു ഇതില്ലേ ഈ സൈഡ്. ഏകദേശം അതേപോലെ ഇവിടെ എന്തരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ആക്ച്വലി നമുക്ക് കയറാനുള്ളതൊന്നും അല്ലെന്ന് തോന്നുന്നു. ഓഫീസും പരിപാടികളൊക്കെ. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ലെങ്സ് കാർട്ടിലെ ആ 20,000 സ്റ്റെപ്പ് നടക്കുമ്പോഴുള്ള ഫ്രീ ലെങ്സ് ഇല്ലേ, അത് ഫ്രീ ഫ്രെയിം, അതും നമ്മളുടെ ഒരു ഇൻറ്റൻഷനാണ്. അതാണ് നമ്മൾ ഈ നടന്നു പോകണം. മാക്സിമം നമ്മൾ നടന്നു പോകാൻ നോക്കും. ഓക്കെ, ഞാൻ ഇപ്പം തന്നെ ഒരു 10,000 സ്റ്റെപ്പ് അടുപ്പിച്ച് ആവാറായി. പിന്നെ ഇവിടെയും അത്യാവശ്യം മാക്കനെ നടക്കാനുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇതിൻ്റെ അകത്താണ് ശരിക്കും സ്ഥലമുള്ളത്. അങ്ങറ്റത്താണ് നമുക്ക് ഈ എൻട്രി. കയറണമെന്നും ഇവിടെ ഡ്രിങ്കിങ് വാട്ടർ ഈ പൈപ്പിൽ നിന്ന് എടുക്കാൻ പറ്റും നമുക്ക്. ഞാൻ എന്തായാലും എടുക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ എൻ്റെ ഒരു കുപ്പി ഇരിപ്പുണ്ട്, വെള്ളം ഇരിപ്പില്ല, അതുകൊണ്ട് എടുത്തുകൊണ്ട് കയറാം. ഇൻ കേസ് ഇനി അകത്തില്ലെങ്കിൽ ഞാൻ പെട്ടു. ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ഫാമിലി ആയിട്ട് പറഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ചില്ല് ചെയ്ത് നടക്കാൻ പറ്റിയത്.
ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ് വന്നതുകൊണ്ട് ചെറുതായിട്ട് ബോറടിയല്ല, എനിക്ക് എന്തോ ഇങ്ങനെ ഒരു തോന്നൽ എന്നുവെച്ചാൽ ഇവിടെ വരുന്നവരെല്ലാവരും മിക്കവാറും ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വന്നത്. ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ ഇവിടെ ഒരുത്തൻ വരാമെന്ന് പറഞ്ഞു, പക്ഷെ അവനിന്ന് ജോലിക്ക് പോകാം, ഷിഫ്റ്റ് മാറി അവന്. ഇല്ലായിരുന്നെങ്കിൽ അവനും എൻ്റെ ഇവിടെ വന്നേനെ. അത് പിള്ളേർക്കൊക്കെ ഓടി കളിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല സ്ഥലങ്ങളുണ്ട്. അവിടെ എന്തൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ നടന്നു, ഈ സൈഡിൽ ബീച്ച്, അവിടെ ഒരു ഗൈഡ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഗൈഡിനെ ഹയർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഈ സൈഡ് ബീച്ചാണ്, ബീച്ച് കയറണമെങ്കിൽ അപ്പുറ സൈഡിൽ കൂടെ എവിടെ കൂടി ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നു. അതോ അവിടെ വിദൂരതയിൽ കണ്ടോ ഒരു പുള്ളിക്കാരിരുന്ന് ക്യാമറ നോക്കുന്നു. ആക്ച്വലി ആ പുള്ളിക്കാരൻ ക്യാമറയിൽ എന്തോ എടുത്തോണ്ടിരിക്കുക. അവിടെ അവിടെ കണ്ട അവിടെ സർഫ് ബോർഡും പരിപാടികളൊക്കെ ഉണ്ട്. അവർ അത് നൈസ് സാധനം. അതുകൊണ്ട് അവൻ തിരയുടെ ഇവിടെ കയറിയിട്ട് ഇപ്പുറത്ത്. അവിടെ കുറേ പേര് ഇരിപ്പുണ്ട് കേട്ടോ. അയ്യോ, ഇത് ആക്ച്വലി അവിടെ കുറേ പേര് ഇരുന്ന് സർഫിങ് ചെയ്യണം. നമ്മൾ പറ്റുമെങ്കിൽ ഇതിൽ പോവാം നമുക്ക്. എന്തൊരു ബീച്ച്. നമ്മളങ്ങനെ അമ്പലത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്.